അതായത് നമ്മളിപ്പോൾ പെൻ ഡ്രൈവ് ഒക്കെ നമുക്കിപ്പോൾ മറ്റൊരു റേഡിയോയിലേക്ക് പാട്ടൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ബ്ലൂടൂത്ത് പോലത്തെ കണക്ഷൻ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ USB ഡ്രൈവിലേക്കോ ഒക്കെ ആ പാട്ട് കയറ്റിയിട്ട് അതായിരിക്കും നമ്മൾ ഇൻജെക്ട് ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളങ്ങനെ ഇൻജെക്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് എറർ 23 അല്ലെങ്കിൽ എറർ 32 അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അതേ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്കത് എങ്ങനെ ഫിക്സ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുക, ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ USB ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു പാട്ട് ഞാൻ കയറ്റിയിട്ടുണ്ട്, ബട്ട് അത് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ അത് പ്ലേ ആവുന്നില്ല. ഓക്കെ, പകരം എനിക്ക് മറ്റ് മെസ്സേജ് ആണ് വരുന്നത്, അതായത് എറർ എന്നൊക്കെ പറഞ്ഞ് വരുവാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് ജനറലിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം NTFS എന്നാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് NTFS എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ മറ്റൊരു ഇത് കൊടുക്കുകയാണ്. സോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ദെൻ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ അപ്പിയർ ആവും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞാണ് സിസ്റ്റം എന്ന് പറഞ്ഞാണ് സാധിക്കും. ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ഇവിടെ FAT32 ഡിഫോൾട്ട് എന്ന് പറഞ്ഞാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇതിനകത്ത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ NTFS-ലാണെങ്കിൽ നിങ്ങൾക്ക് എറർ 32 എന്ന് പറഞ്ഞ് കാണും, അല്ലെങ്കിൽ എറർ 23. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് FAT32 ഡിഫോൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. then ഇവിടെ നിന്ന് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വാർണിംഗ് വരും, അതായത് നിങ്ങളിപ്പോൾ ഇത് ഫോർമാറ്റ് ചെയ്താൽ നിങ്ങളുടെ പെൻ ഡ്രൈവിലുള്ള എല്ലാ ഡാറ്റയും ക്ലിയർ ആയി പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളുടെ PC-യിലേക്ക് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ അടിക്കുക. അധികം സമയമൊന്നും എടുക്കില്ല. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ, ഫോർമാറ്റ് കംപ്ലീറ്റഡ്. ജസ്റ്റ് ഓക്കെ അടിക്കുക, ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഓക്കെ, തന്നെയാണ് നിങ്ങളിപ്പോൾ USB ഡ്രൈവിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ FAT32 എന്നായിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്തുള്ള ഫോൾഡർ ഈസ് എംപ്റ്റി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. സോ ജസ്റ്റ് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്ന ഫയൽസ് കയറ്റുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് USB ഡ്രൈവിലേക്ക് ആ ഫയൽ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിക്കോളും. ഓക്കെ, ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇനി നിങ്ങൾ ഇത് കണക്ട് ചെയ്താൽ ഷുവർ ആണ് എന്തായാലും അത് പ്ലേ ആകും. ഓക്കെ.